വയനാട്ടിലെ പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ചത്തു എന്ന വാർത്ത വരികയാണ്. അവശനിലയിലായ പുലിയെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. ഇന്ന് പുലർച്ചെ പനമരം ഓടക്കൊല്ലിയിൽ 3 ആടുകളെ പുലി കൊന്നിരുന്നു. പനമരം ഓടക്കൊല്ലിയിൽ നിന്ന് കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പനമരം ഓടക്കൊല്ലിയിലെ വാസുദേവൻ നായരുടെ വീട്ടിൽ നിന്നാണ് പുലി ആടുകളെ പിടിച്ചത്. ഇപ്പുറത്തുള്ള ഈ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്ത്, പുഴയുടെ കരയിലുള്ള പ്രദേശത്തേക്കാണ് ആടിനെ കൊണ്ടുവന്നത്. ആടിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. 2 ആടുകളുടെ അവശിഷ്ടം ഇവിടെയുണ്ട്. ഈ പുലി ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹവും മറ്റ് പ്രദേശവാസികളൊക്കെ തെരഞ്ഞു വരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ 3 ആൾ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആടിനെ ഇത് കടിക്കുന്ന പുലിയെ കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുലി നമ്മുടെ നേരെ ചാടുന്നു. ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന സുഫൈറാണ് മുന്നിലുണ്ടായിരുന്നത്. സുഫൈറാണ് ആദ്യം പുലിയെ കണ്ടതും പുലി സുഫൈറിന്റെ നേരെ ചാടിയില്ലേ? അവിടെ ഒരു ആടിൻ്റെ അവശിഷ്ടം കണ്ടു കുറച്ചപ്പുറത്ത്. അപ്പോൾ അതിനെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വെറുതെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കടിച്ചിട്ടതായിട്ട് കണ്ടത്. അപ്പോൾ അതുമല്ല ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ഇപ്പുറത്തൊന്നിനെ വേറെയും കണ്ടത്. അപ്പോൾ ഏട്ടനൊപ്പരുണ്ടേനു. അപ്പോൾ ഓൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇപ്പുറത്തൊന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുമ്പോഴാണ് പുലി അതിൻ്റെ ഒപ്പരുണ്ടേനു. അതിനെ തിന്നുകൊണ്ട് ഇരിക്കുന്നേനു. അതിൽ തന്നെ കൊള്ള ഒരു സൈസ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചാടി ഫ്രണ്ടിൽ. അതിലെല്ലാവരും സൗണ്ട് ഉണ്ടാക്കി ഓടിപ്പോൾ ഞാനും ഓടി. അതിൽ കിട്ടിയ ഫോറസ്റ്റുകാർക്ക് ഷോട്ടിൽ കിട്ടിയത്. നിങ്ങളുണ്ടായിരുന്നു കൂടെ? ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വീഡിയോ ഓണാക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ഇവൻ ഇപ്പുറത്തെ സൈഡ് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ചാടി വന്നു മതി. പുലി ചാടിയപ്പോൾ ഇവരൊക്കെ ഓടി മാറുകയായിരുന്നു. അതിനുശേഷമാണ് വനംവകുപ്പുകാരെത്തി പുലിയെ പിടികൂടിയത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രദേശത്ത് പനമരം കരിമ്പുമെല്ല് ടൗൺ പ്രദേശമാണ്. ഇതൊക്കെ ജനവാസമുള്ള മേഖലയാണ്. അപ്പം തന്നെ പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കരിമ്പുമെല്ല് CCTVയിൽ നമ്മൾ ബൈക്ക് ഷോറൂമിൽ വന്ന് കിടക്കുകയായിരുന്നു. പക്ഷെ അത് അവിടുന്ന് ചിലപ്പോൾ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ പുലിയെ വളരെ പെട്ടെന്ന് തന്നെ വനംവകുപ്പിന് പിടികൂടാനായി എന്നത് നാട്ടുകാർക്ക് വലിയ ആശ്വാസമായി. 2-3 ദിവസമായി പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.